ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. 50 കിലോമീറ്റർ പോകുമ്പോഴാണ് ഇവിടെ ധാരാളം ഒട്ടങ്ങളുള്ളതുകൊണ്ട് അതിങ്ങനെ ഇവിടെ ഒരു മാർക്കറ്റ് പോലാണ് സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ. ഹായ്, നമസ്കാരം. ടാക്സിക്കാരൻ ബോസിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു റിസ്ക് പിടിച്ചൊരു ട്രാവലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഭയങ്കര റിസ്ക് പിടിച്ച യാത്രയാണ്. കാരണം അന്തരീക്ഷം കംപ്ലീറ്റ് പൊടി കൊണ്ട് നിറഞ്ഞ്, അതുപോലെ ഇപ്പം ഭയങ്കരമായ കാറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ബംഗാൾ ഉൾക്കലിലൊക്കെ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചുഴലിക്കൊടുക്കാനുണ്ടല്ലോ, അതുപോലത്തെ കാറ്റാണ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച കാലമായിട്ട് കുവൈറ്റിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര റിസ്ക് പിടിച്ചൊരു യാത്രയ്ക്ക് ഇന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ട് നിങ്ങൾ ഈ റിസ്ക് പിടിച്ച് യാത്ര ചെയ്യാൻ പോകുന്നു? വ്ലോഗ് എടുക്കാൻ വേണ്ടി പോകുന്നില്ല, ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നത്. ആവശ്യം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നേരത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടുകൊണ്ട് ഒരു സ്ഥലം കണ്ടു, ഒട്ടകം മേയ്ക്കുന്ന ഒരു സ്ഥലം, ഒട്ടക ഫാമൊക്കെ മരുഭൂമിക്കുള്ളിൽ. അപ്പം മരുഭൂമിക്കുള്ളിലേക്കുള്ള യാത്രയാണ് ഇന്ന് പോകേണ്ടത്. കാരണം 2-3 ദിവസം കൊണ്ട് അവിടുത്തെ ഒട്ടകം മേയ്ക്കുന്ന ഒരു പയ്യനുണ്ട്, 10-25 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് നാട്ടിൽ പോകണം. കുറച്ച് നാളുകൊണ്ട് നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി പെർമിഷൻ സ്പോൺസറുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ മുതൽ എന്നെ കിടന്ന് വിളിക്കണം. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ അത്ര വളരെ ഭീകരമായ അന്തരീക്ഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ അപ്പോൾ ഇന്ന് വീണ്ടും വിളിക്കുന്നു, അദ്ദേഹം പോയേ പറ്റുമോ. അവിടെ പോയതിന് ശേഷം ടിക്കറ്റ് എടുക്കാനുള്ള പൈസ കളക്ട് ചെയ്തുകൊണ്ട് ടൗണിൽ വന്നിട്ട് ടിക്കറ്റ് കളക്ട് ചെയ്തുകൊണ്ട് പുള്ളി കൊടുക്കണം, എത്രയും വേഗം നാട്ടിൽ പോകണം. അതാണ് കുറേ നാളായി വന്നിട്ട് അത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പോക്കാണിന്ന്. അവ പോയേ പറ്റൂ, കാരണം വേറെ നിവൃത്തിയില്ല. ഇത്രയും നേരം നമ്മൾ റൂമിലിരുന്നിട്ട് ഇറങ്ങി പോകുന്നൊരവസ്ഥയാണ്. കാരണം അപ്പോൾ പോകുന്ന വഴിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇവിടുത്തെ ഒരു കാലാവസ്ഥ വ്യതിയാനവും ഇവിടുത്തെ ഒരു പ്രതിഭാസമൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കണം. പ്രവാസികൾ വന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് കാണാൻ വേണ്ടി, പ്രവാസികൾ എങ്ങനെയൊക്കെയുള്ള ക്ലൈമറ്റിലാണ് ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അങ്ങോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചില്ല. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കല്ലേ. ഈ ചാനലിൽ കൊണ്ട് നിങ്ങൾ കണ്ടതുകൊണ്ട് ഒരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടല്ലോ. കാരണം ഈ ചാനലിനകത്തോട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചാനലിനകത്ത് കിട്ടുന്ന എന്തെങ്കിലും നമുക്ക് റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സാധുക്കളായ ആളുകളെ സഹായിക്കും എന്നുള്ള കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുമ്പോൾ നിങ്ങൾക്ക് ആർക്കും നഷ്ടമുണ്ടാവില്ല. എല്ലാവരും കാണണം ചാനൽ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം നന്ദിയുണ്ട്. ഞാനിവിടെ തുച്ഛമായ വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. 10-30-35 വീഡിയോകൾ ചെയ്തിട്ടുള്ളൂ. അപ്പം എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ ആളുകൾ കുവൈറ്റ് വന്നിട്ടാണ് ഞാൻ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂട്യൂബ് ക്രിയേറ്റ് ചെയ്ത ശേഷം എനിക്ക് ഇപ്പോൾ 6000-ന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് പിന്തുണ തന്ന, എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നോട് ഇങ്ങനെ വീഡിയോ ചെയ്യണം, അങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്ന എല്ലാവർക്കും നന്ദി ഈ കൂടുതൽ അറിയിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ നല്ല വ്യത്യസ്തമായ വീഡിയോകൾ വരാൻ വേണ്ടി നിങ്ങൾ ബെല്ലൈക്കൺ ഞങ്ങൾക്ക് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കെല്ലാം കണ്ട് പോകാം. പോകുന്നതിന് മുമ്പ് നമുക്ക് മാസ്ക് വെക്കണം, ഗ്ലാസ് വെക്കണം. ഭയങ്കരമായ ഡേഞ്ചർ സിറ്റുവേഷൻ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് അപ്പോൾ നമുക്ക് പോകാം. ഭയങ്കരമായ നിങ്ങൾ കണ്ടില്ലയോ അന്തരീക്ഷം, ഞാൻ കാണിച്ചു തരാം. മരുഭൂമിക്കുള്ളിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ എന്തു മാത്രം കാറ്റ്, ഇവിടെ ഇത്ര കാറ്റാണെങ്കിൽ മരുഭൂമിയിൽ ഭയങ്കര കാറ്റായിരിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും അവസാനം വരെ. എന്തൊക്കെ കാണാം എന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കണ്ടു നോക്ക്. നമുക്ക് ഏതായാലും പോവാം. ഇവിടെ നിന്നൊരു 50 കിലോമീറ്റർ ട്രാവൽ ചെയ്യാം. 50 കിലോമീറ്റർ പോകുമ്പോഴാണ് ഈ മരുഭൂമിക്കുള്ളിൽ നമ്മൾ കയറുന്നത്. കണ്ടോ, അന്തരീക്ഷം കംപ്ലീറ്റ് ഒന്നും കാണാൻ, ബിൽഡിങ്ങുകളൊന്നും കാണാൻ വയ്യ. കണ്ടോ, ദൂരെയുള്ള ബിൽഡിങ്ങുകളൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത അത്രയ്ക്ക് ദുർഘടമായ ഒരു അവസ്ഥയാണ് കുറേ ദിവസമായി കുവൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ചിട്ടേ പോവാം.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പെട്രോളൊക്കെ അടിച്ചു. നമ്മുടെ നാട്ടിലെ വിലയൊക്കെ 100 കഴിഞ്ഞെന്നാ പറയുന്നത് അല്ലേ. ഇവിടെ പെട്രോളിനൊക്കെ ഒരു 20 രൂപ, ലിറ്ററിന് 20 രൂപയൊക്കെ വില വരുന്നുള്ളൂ. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു 3 ദിനാറിന് നമ്മളൊരു ഏകദേശം ഒരു 800, ശരാശരി 800-850 രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഒരു 35 ലിറ്ററൊക്കെ നമുക്ക് പെട്രോൾ കിട്ടും. പെട്രോളിൻ്റെ വില കാരണം പെട്രോളിയം ഒരുപാടുള്ള നാടായതുകൊണ്ട് പെട്രോളിന് വില കുറവാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും വിലയൊക്കെ കുറയട്ടെ. നമ്മുടെ നാട്ടിലും ഈ പെട്രോളിൻ്റെ വില കുറയാനുള്ള ഏറ്റവും ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പെട്രോളിൻ്റെ ഈ ടാക്സ്, ഈ കേന്ദ്ര സർക്കാർ വാങ്ങുന്ന ടാക്സും അതുപോലെ കേരള സർക്കാർ വാങ്ങുന്ന ടാക്സും ഒന്ന് കുറച്ചു കൊടുത്താൽ ഏകദേശം ഈ വില ഏകദേശം നമുക്ക് കുറഞ്ഞ് കിട്ടും. ഒരു 70 രൂപ, 60 രൂപ, 70 രൂപ റേറ്റിലൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ അധികാരികൾ ഒന്ന് വിചാരിച്ചാൽ മതി, സംഭവം നടക്കും. വിചാരിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇപ്പം കേന്ദ്ര സർക്കാർ പുതിയൊരു ഐഡിയ കൊണ്ടുവരുന്നതായിട്ട് ഇങ്ങനെ ഒരു ഊഹം ശരിയാണെന്ന് അറിയില്ല. ഒരു ഈ പെട്രോളിയത്തിനും ഡീസലിനും ഒക്കെ അതിൻ്റെ ഒരു പിന്നെ നിശ്ചിത ടാക്സ് ആക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് 14% വരെ ഏകദേശം ടാക്സ് വാങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമം കൊണ്ടുവരും ഇന്ത്യ മുഴുവൻ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വില കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് അതുപോട്ടെ, നമുക്ക് കാഴ്ചകൾ കണ്ടുപോകാം. നമുക്ക് അടിപൊളി കാഴ്ചകൾ മുമ്പിൽ നമ്മൾ നിൽക്കും. നമ്മൾ ശക്തമായ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മരുഭൂമിയിലേക്ക് പോകുമ്പോൾ എന്താകുമെന്ന് അറിയില്ല. റോഡൊന്നും കാണാൻ പറ്റില്ല. ക്യാമറയിൽ കുറച്ച് നല്ല ക്ലാരിറ്റി ആയിട്ട് കാണുന്നുണ്ടോ അല്ലേ? ഇത് കണ്ടോ, മുമ്പിലുള്ള ഒരു 100 മീറ്റർ അപ്പുറം ഒന്നും കാണാൻ കഴിയില്ല. ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലൈറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒരു കട്ടൻ ചായയൊക്കെ അടിച്ച് നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, ആ ഷോപ്പിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള അലൗഡില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സംഭവം. നിങ്ങൾക്ക് മുഷക്കൽ എന്താണെന്ന് കാണിച്ചു. ഇതാണ് സംഭവം മുഷക്കൽ. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെജിറ്റബിൾ ഒക്കെ കയറ്റി വെച്ച് ഇതിനകത്തൊരു കണ്ടോ, ഇതാണ് മുഷക്കൽ. ഇതിന് 100 ഫിൽസേ ഉള്ളൂ, 100 ഫിൽസ് കണ്ടോ. അപ്പോൾ ഇത് വാങ്ങി, ഇത് സാധാരണക്കാരുടെ ഭക്ഷണമാണിത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒരു 10-200 ഫിൽസ് കൊടുക്കുമ്പോൾ 2 മുഷക്കലൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിച്ച് വിശപ്പടക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇങ്ങനെയുള്ള കാറ്റൊക്കെ അടിക്കുമ്പോൾ ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നുണ്ട്. ഭയങ്കര ഈ പൊടിക്കാറ്റും അതുപോലെ എന്തുമാത്രം പൊടിയാണ് ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നതെന്ന് അറിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രവാസികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയും അടിപൊളി നല്ല മഞ്ഞൊക്കെ അല്ലേ. ഇവിടെ നല്ല മഞ്ഞിന് വരെ നല്ല കറുത്ത പൊടിയാണ്. ഇതൊക്കെയാണ് പ്രവാസികളുടെ അവസ്ഥ. സുഹൃത്തുക്കളെ, പണി പാളി. റോഡ് മുഴുവൻ മണ്ണാണ്.
ഈ അവസ്ഥയിൽ നമുക്ക് അകത്തേക്ക് പോകാൻ ഒട്ടും പറ്റില്ല. മരുഭൂമിക്കുള്ളിൽ നമുക്ക് കയറാനേ കഴിയില്ല. ഇത് മെയിൻ റോഡാണ്. റോഡ് പോലും കംപ്ലീറ്റ് വന്ന് മണൽ വന്ന് കൂനയായി കിടക്കണം. നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമുക്ക് എന്തായാലും നോക്കാം. നമുക്ക് അടിയിൽ എന്തായാലും താറിങ്ങാണ്. അപ്പൊ എന്തായാലും മുമ്പോട്ട് എടുത്ത് നോക്കാം. നാട്ടിലൊക്കെ നമ്മള് കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ മഞ്ഞ് കട്ടകളിങ്ങനെ റോഡിൽ വന്ന് കിടക്കും. അത് മാറ്റിയാണ് ഇപ്പോൾ ഇവിടെ മണൽ കൂനകൾ വന്ന് കാറ്റിലൂടെ വന്ന് റോഡിൽ കിടക്കുക. എന്താല്ലേ? അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് ഇനി എന്തായിരിക്കും അവസ്ഥ? മുന്നിലോട്ട് നമുക്കൊന്നും കാണാൻ പോലും കഴിയുന്നില്ല കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് ഒട്ടും പോകാൻ വഴിയില്ല. ഇവിടെ നമുക്ക് തിരിച്ചു പോകേണ്ടി വരും. രക്ഷയില്ല കേട്ടോ. വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒതുക്കാം. ഇതാണ് സുഹൃത്തുക്കളെ അവസ്ഥ. ഒരു രക്ഷയില്ല കേട്ടോ. വീട്ടിലുള്ളവർക്ക് അറിയാം ഇതിനു മുമ്പ് ഇങ്ങനൊരു ക്ലൈമറ്റ്, ഇങ്ങനൊരു പൊടിക്കാറ്റ് തുടരെ ഒരു ഇത്ര ദിവസമൊക്കെ നിൽക്കുന്ന പൊടിക്കാറ്റ് ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് പൊടിയായിട്ടാ. അപ്പൊ ഇതാണ് സുഹൃത്തുക്കളെ അവസ്ഥ. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. അതേ പറ്റൂ. പുറത്തിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് തീവ്രത മനസ്സിലാവുന്നത്. നമ്മൾ വാഹനത്തിനുള്ളിൽ പോകുമ്പോൾ അത്ര തീവ്രത ഇല്ല. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടില്ലേ, മനസ്സിലായില്ലേ? അപ്പം തല കംപ്ലീറ്റ് പൊടിയായി. എന്തായാലും നമുക്ക് മരുഭൂമിക്കുള്ളിൽ പോകാൻ പറ്റില്ല. നമുക്ക് ഇവിടെ ഒരു പിന്നെ ഈ ഒട്ടകത്തിനൊക്കെ തീറ്റ കൊടുക്കുന്ന ഒരു മാർക്കറ്റ്. അപ്പോൾ അത് നമുക്ക് നൈസായിട്ടൊന്ന് കാണാം. ഇവിടുത്തെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കാണാം. ചെറിയ ബക്കാലെന്ന് പറയും. ചെറിയ ചെറിയ ഈ വണ്ടി ബക്കാല എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇവിടെ വണ്ടിക്കകത്ത് ഉള്ള കച്ചവട സ്ഥലമാണ്. ഇവിടെ ധാരാളം ഒട്ടകങ്ങളുള്ളതുകൊണ്ട് അതിങ്ങനെ ഇവിടെ ഒരു മാർക്കറ്റ് പോലാണ് സംഭവം. ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ല. കാരണം ഈ പൊടിക്കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല. ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ നിന്നാണ്, ഈ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ ഈ മരുഭൂമിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്.
സുഹൃത്തുക്കളെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. ഒട്ടകങ്ങൾക്ക് ആഹാരം സാധനങ്ങൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകേണ്ടത്. നമ്മൾ ഒട്ടകത്തിൻ്റെ ആഹാര സാധനങ്ങൾക്കുള്ള ചന്ത എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് കയറുകയാണ്. അപ്പോൾ ഒരാളിങ്ങനെ പോകുന്നു, ഇത് കണ്ടോ? ഇത്ര വലിയ പൊടിക്കാട്ടിലും നമുക്ക് സുഹൃത്തുക്കളെ, നമുക്ക് പിന്നെ നമ്മൾ എത്തേണ്ട സ്ഥലത്തിൻ്റെ ഒരു വിഷ്വൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു ഫോൺ കോൾ വന്നു, നമുക്ക് അയാളുടെ വീഡിയോ അയച്ചിരുന്നു, അവിടുത്തെ അവസ്ഥ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് വീഡിയോ എത്രമാത്രം ഡാറ്റ ഉണ്ടാകുന്ന അറിയില്ലെങ്കിലും ഞാൻ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊടിക്കാറ്റിനൊക്കെ മുമ്പുള്ള ഒരു ദൃശ്യമാണിത്. ഈ ഒരു സ്ഥലത്തേക്കായിരുന്നു നമുക്ക് എത്തേണ്ടത്. നിർഭാഗ്യവശാൽ നമുക്ക് എത്താൻ സാധിച്ചില്ല. ഇപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. മരുഭൂമിക്ക് പുറത്തു നമുക്ക് അനുഭവപ്പെട്ട കാറ്റിനെക്കാട്ടിലും ഒരുപാട് വേഗതയിലാണ് മരുഭൂമിക്കുള്ളിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നമ്മൾ എത്തേണ്ട സ്ഥലം ഇതായിരുന്നു. ഈ സ്ഥലത്താണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു കാരണവശാലും വരരുത് എന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു എന്താണ് അവിടുത്തെ സ്ഥിതി എന്നറിയാൻ വേണ്ടി വിളിച്ചു. ഞാൻ കാരണം വീഡിയോ എടുക്കുക, ഒരു വീഡിയോ എടുത്തൊന്ന് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ച വീഡിയോ ആണ് നമ്മൾ എത്തേണ്ട സ്ഥലം ഇതായിരുന്നു. ഒരുപക്ഷെ നമ്മൾ എത്താൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും എത്താൻ പറ്റില്ല. മണൽ കൂനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കേ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.